കുറച്ച് ദിവസം ഇങ്ങോട്ടൊന്ന് കയറണമെന്ന് വിചാരിച്ചതാ. ഇപ്പഴാ സമയം കിട്ടിയത്. അതൊന്നും സാരമില്ല. സുമ കുഞ്ഞെ, ഇത് കുഞ്ഞിന്റെ ബന്ധുവാണോ അതോ സാറിന്റെ ബന്ധുവാണോ? ഇത് ഇവിടെ തന്നെ ഉള്ളതാ. സർക്കിൾ ഇൻസ്പെക്ടർ ഭാര്യ. ഇവിടെ ഇപ്പൊ 2-3 ദിവസമായി വന്നും പോയി നിൽക്കുന്ന കുഞ്ഞിന്റെ സാറിന്റെ ബന്ധുക്കളല്ലേ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. സുമയ്ക്കെന്താ കുടിക്കാൻ? ഓ, തണുത്ത എന്തെങ്കിലും മതി. ടാങ്ക് കലക്കട്ടെ? ഓക്കെ. കുടിക്കാൻ എന്തെങ്കിലും എടുത്തു. ആ ശരി. ഇവിടെ പുതിയതായിട്ടൊന്ന് വേലക്കാരിയാ. ഓ, ഒന്നും അറിഞ്ഞൂടാ. പിന്നെ പൊന്നുന്റെ ഹസ്ബൻഡ് ഗൾഫിൽ കസ്റ്റംസ് ഓഫീസറാണല്ലേ? അതെ, കസ്റ്റംസിലായിട്ട് 1.5 വർഷം ആയതേ ഉള്ളൂ. അതിനു മുമ്പ് ഗൾഫിൽ ജോലിയൊന്നും ശരിയാവാതെ കൊറേ അലഞ്ഞു. ഇതേത് സ്പ്രേ അടിച്ചിരിക്കുന്നേ? നല്ല മണം. എന്തായാലും ഇത് ഇന്ത്യൻ അല്ല, അതെനിക്ക് ഉറപ്പാ. അത് ചേട്ടനിപ്പോ ഒരാളുടെ കൊടുത്തയച്ചതാ. ഓ, ഈ പൗഡറും പെർഫ്യൂമും സോപ്പും ഒക്കെ ഗൾഫ് സാധനം തന്നെ നമ്പർ 1. ഉപയോഗിക്കുന്നെങ്കിൽ ഫോറിൻ സാധനം തന്നെ ഉപയോഗിക്കണം. പക്ഷെ എനിക്ക് ഇവിടുത്തെ പ്രോഡക്ട്സാ ഒന്നുകൂടി ഇഷ്ടം. എന്നാലേ എന്റെ കാര്യം നേരെ മറിച്ചാ. ഫോറിൻ സാധനങ്ങൾ എന്ന് വെച്ചാ എനിക്ക് ജീവനാ. അത് മായമില്ലാത്തതാ, അസൽ ഒറിജിനൽ. ചേട്ടൻ വരട്ടെ, സുമയ്ക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമും സോപ്പും സാരിയും ഒക്കെ ഞാൻ തരാം. ശരി. ആ പിന്നെ പൊന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി എനിക്ക് വേണം. 2-3 ദിവസമായി പ്രകാശ് ചേട്ടൻ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്ന കാര്യം പറയുന്ന കേട്ടു. എന്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ് തന്നാന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനത്തോടെ കൊടുക്കാമല്ലോ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. സുമ, ദാ കുടിക്കേ. ഫോറിൻ ആയിരിക്കും അല്ലേ? അതെ. പിന്നെ തങ്കു വരുമ്പോ രണ്ടാളും കൂടി വീട്ടിലേക്ക് ഇറങ്ങണം. പ്രകാശ് ചേട്ടൻ ഇടയ്ക്കൊക്കെ അന്വേഷിക്കാറുണ്ട്. ശരി. അല്ല, പിന്നെ പെർഫ്യൂമിന്റെയും കൂളിംഗ് ഗ്ലാസിന്റെയും കാര്യം മറക്കണ്ട. അത് ഞാൻ ഏറ്റു. ശരി, വരട്ടെ. दिल दिल सलाम सलाम दिल मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह. മോനെ തങ്കപ്പ, അയ്യോ നീ എപ്പോ വന്നടാ? മാമാ, മാമന്റെ ഈ കൈ കിടന്നാണ് ഞാൻ വളർന്നത്. ദുബായിൽ വലിയ ശമ്പളമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മാമാ ഞാനിന്ന്. നിങ്ങൾ എന്റെ വരവും പ്രതീക്ഷിച്ച് കണ്ണിൽ പനയെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം മാമാ. എന്താ മോനെ ഇതിന്റെയൊക്കെ അർത്ഥം? ഏതിന്റെ അർത്ഥം? നീ ഇപ്പൊ പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം. അമ്മാവാ, എന്നെ ഈ കൈ കിടത്തി വളർത്തി വലുതാക്കിയ എന്റെ അമ്മാവന് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറിയോ അമ്മാവൻ? അമ്മാവാ, ദേ ഇത് മുഴുവൻ സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ്. സുനിതയുടെ കല്യാണം ഗംഭീരമായി നടത്തണ്ടേ? ഇതെല്ലാം അമ്മാവനുള്ളതാണ്, എന്റെ പൊന്നമ്മാവന്. മോനെ, ഇനി നീ വേറെ ആർക്കും ഒന്നും കൊടുത്തില്ലേലും വേണ്ടില്ല. എനിക്ക് ഇത് മതി മോനെ, ഇത് മതി. സ്വർണ്ണ ബിസ്ക്കറ്റ്, തങ്കപ്പൻ, പെട്ടി നിറയെ സ്വർണം. തങ്കപ്പ മോനെ, പെട്ടി നിറച്ച് സ്വർണം. തങ്കപ്പ, തങ്കപ്പ. എന്താ മോനെ എന്ത് തങ്കപ്പ, പറ്റി? എന്ത് പറ്റിയെന്ന്? ഞാനൊരു സ്വപ്നം കണ്ടടി. തങ്കപ്പൻ വന്ന് എന്റെ കൈ പിടിച്ച് മുത്തം തന്നു. എന്നിട്ട് ഒരു പെട്ടി നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്ത് എന്റെ കയ്യിലോട്ട് വെച്ച് തന്നടി. നേരം വെളുക്കാൻ പോകുന്നു. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ പഴമക്കാര് പറയുന്നത്. അവൻ നല്ലവനാ. സ്വർണവും പണവും ചോദിക്കാതെ തന്നെ തരും. എന്തായാലും നേരം വെളുക്കട്ടെ. തങ്കപ്പന് സ്വാഗതം. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് പിടിച്ചങ്ങോട്ട്. തങ്കപ്പന് സ്വാഗതം. ഒരു ചിഹ്നം കൂടെ വെക്കാനുള്ളായിരുന്നു. എന്താ ബാലപ്പ ഇതൊക്കെ? ചേച്ചി,
ഞങ്ങൾ തങ്കപ്പന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ കൂട്ടുകാരുടെ വക ചെറിയൊരു സ്വീകരണം കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പാർട്ടി. ഞങ്ങൾ അകത്ത് പോയി പാർട്ടിയുടെ കാര്യമൊക്കെ ഒന്ന് നോക്കട്ടെ. ഏകശിപ്പിയുടെ കാര്യമല്ലേ അവര് പറഞ്ഞ? ആ പാർട്ടിയല്ല, ടീ പാർട്ടി. ഓ, ടീ ചെല്ല്, ചെല്ല്, ചെല്ല്. പാർട്ടി. പിന്നെ ചേച്ചി എപ്പോഴാ ഫ്ലൈറ്റ്? സമയം അറിഞ്ഞിരുന്നെങ്കിൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്യായിരുന്നു അല്ലേ അമ്മാവ? വേണം വേണം വേണം. കാരണം എന്റെ ഈ കൈ കിടന്ന് അവൻ വളർന്നത് തന്നെ. ഓ ഈ അമ്മാവിന്റെ ഒരു കാര്യം, ഇതിന്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അയ്യേ, അത് പറയരുത്. ഞങ്ങൾക്ക് തങ്കപ്പനോടുള്ള അകമഴിഞ്ഞ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ കാണിക്കാനുള്ള ഒരു അവസരമാണിത്. ഞങ്ങളെ തടയരുത് പ്ലീസ്. അത് തന്നെ. ഇവിടെ എത്രയോ പേര് ഗൾഫിൽ നിന്ന് വരുന്നു പോന്നു. അവർക്കൊന്നും കൊടുക്കാത്തൊരു പരിഗണന ഞങ്ങൾ തങ്കപ്പന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? സതീർത്ഥ്യ സ്നേഹമാണ്. അറിയാവോ? സതീർത്ഥ്യ സ്നേഹം. അവരെ തടയണ്ട മോളെ. തങ്കപ്പൻ അവര് പാർട്ടിയോ സ്വീകരണോ എന്താന്ന് വെച്ചാ കൊടുത്തോട്ടെ. അല്ല മാഷേ, ഈ പാർട്ടി എവിടെ വെച്ചായിരിക്കും? ഇവിടെ വെച്ച്. സ്മോളൊക്കെ കാണുമല്ലോ. സ്മോൾ ഇല്ലാതെ പിന്നെ എന്തോന്ന് പാർട്ടി മാമാ? സ്മോളാ? അയ്യോ മോളെ, ഇതുപോലെ ആത്മാർത്ഥതയും സ്നേഹവും ഉള്ള കൂട്ടുകാരെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പൊ ചേച്ചി എത്ര മണിക്കുള്ള ഫ്ലൈറ്റിലാ വരൂന്ന് പറഞ്ഞേ? കൃത്യമായി ഒന്നും പറഞ്ഞില്ല. എയർപോർട്ടിൽ ചെല്ലണ്ട, നേരിട്ട് വീട്ടിൽ വന്നോളാന്ന് മാത്രമേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്ത്? സ്വീകരണം ഈ വീട്ടുമുറ്റത്ത് വെച്ച് നടത്തുന്നതാണ് നല്ലത്. അതാണ് അതിന്റെ ഒരു അന്തസ്. അതാണ് ഏകശിപ്പിയുടെ ഒരു രീതി. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് മതി. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ടിരിക്കാം. ചായയൊക്കെ കുടിച്ചിട്ട്. മോളെ മോളെ ഒന്ന് മോളെ പിന്നെ ആര്? മോളെ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ മോളെ? ശരിക്കും മനസ്സിലായില്ലേ മോളെ? ആരിത്? പേര് പറഞ്ഞ അറിയും. പുല്ലമ്പാറ പുരുഷോത്തമൻ. പുല്ലമ്പാറ പുരുഷോത്തമൻ കാഥികന. പറഞ്ഞു വരുമ്പോ ഞാൻ ഇവളുടെ കൊച്ചിച്ചനായിട്ട് വരും. ഏത് വകയില്? അതായത് പൊന്നൂന്റെ അമ്മയുടെ വലിയമ്മയുടെ കൊച്ചിച്ചന്റെ അനിയന്റെ മോന്റെ മോനില്ലേ ദിനകരൻ, എരുവത്തിൽ സംബന്ധം ചെയ്തിരിക്കുന്ന ആ ദിനകരന്റെ അച്ഛന്റെ അനിയനാണ് ഞാൻ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ തങ്കപ്പൻ എന്റെ ഈ കൈ കിടന്നാണ് വളർന്നത്. എരുവത്തൂരിൽ ഇന്നലെ ഞാൻ ചെന്നപ്പോഴാണ് തങ്കപ്പൻ അവധിക്ക് വരുന്ന വിവരം അറിഞ്ഞത്. പിന്നെ നേരെ ഞാനിങ്ങ് പോന്നു. ആദ്യം എനിക്കൊന്ന് കുളിക്കണം. കുളിമുറി എവിടെയാണെന്ന് കാണിച്ചാ? അല്ലേ വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ല അതെ ബന്ധു എന്നാ പറയുന്നത്. കംഫർട്ട് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് കയറി പോയതാ. അല്ല വന്നപ്പോഴേ കുളിക്കാൻ പോയി. ബന്ധുക്കൾ കുളിക്കുന്നു. പുല്ലമ്പാറ പുരുഷോത്തമൻ ജോളിയായിട്ട് പോയണ്ട. ചിലപ്പോ ഫ്ലൈറ്റ് കിട്ടി കാണൂല ഏട്ടാ. ഫ്ലൈറ്റ് കിട്ടില്ലെങ്കിൽ ബസ് പണ്ടേ അറിയാം അവന്റെ കാര്യങ്ങൾ. തന്നെയല്ലേ? സമയത്തായി ഓടുന്നില്ല. വരും. അതാണ്ട് തങ്കപ്പൻ വന്നു. ഇവാരം പോയതാ തന്നെ. ഓ ഇനിയിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അളിഞ്ഞു പോകുന്നാണ് എന്റെ പേടി. ക്ഷീണിച്ച തങ്കപ്പന് സ്വാഗതം. ഇത് തങ്കപ്പനല്ലേ? ഓ തങ്കപ്പ. പൊന്നു അയ്യോ തങ്കപ്പേട്ടാ, നിങ്ങൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഇതിന്റെ അകത്തൊന്നുമില്ല. ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം താ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അയ്യോ കുറച്ച് വെള്ളം എടുക്ക. അങ്ങോട്ട് മാറി. ഇങ്ങോട്ടിരിക്കാല്ല, ഇങ്ങോട്ട്. എന്ത് പറ്റി? എന്തോ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പറ്റിയോ എന്തോ? കാലെ ചവിട്ടാതെ പോകില്ല. തള്ളല്ലേ? എന്തോ ഇത്? ആദ്യത്തെ പടത്തിൽ തങ്കപ്പ എന്താ ചേട്ടാ, എന്തിനാ കരയുന്നത്? എന്താ ഉണ്ടായതെന്ന് പറയൂ. വെറും കൈയോടാണ് വന്നത്. സാധനങ്ങളൊന്നും ഇല്ലേ? ഒന്നും കാണുന്നില്ലല്ലോ. തങ്കപ്പള്ളിയെ കാര്യം എന്തോന്ന് വെച്ചാ പറ. സാധനങ്ങളൊക്കെ കസ്റ്റംസാര് പിടിച്ചു വെച്ചാ സാരമാക്കണ്ടെന്ന്. നമുക്ക് ആളുണ്ടെന്ന് വിളിച്ചു പറ. ഇപ്പൊ വണ്ടിയും കൊണ്ട് ഇറക്കാന്ന്. ഏകദേശം ഇവിടെ ആളില്ലേ കസ്റ്റംസില്? എന്ത് സാധനങ്ങൾ ഇറക്കണ്ടേ?
ബാലപ്പെണ്ണ അത് എന്നെ കാര്യം. നമുക്ക് ഒരു ടാക്സി വിളിച്ച് നേരെ എയർപോർട്ടിലേക്ക് ഓ, പോയാൽ അത് തന്നെ. ഞങ്ങളും വരും. ആരെ കെട്ടിയെടുക്കാൻ? സാധനങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇറക്കണ്ട. അത് തന്നെ, സ്വർണവും മണ്ടൊക്കെ ഉള്ളതാ. ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുള്ളപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ട. പുരുഷോത്തമ, നമുക്ക് എവന്മാര് പോണതിന് മുമ്പേ എയർപോർട്ടിലെത്തണം. കസ്റ്റംസിലൊക്കെ നമുക്കും ആളുകളുണ്ടല്ലോ. വന്ന് ഈ കസ്റ്റംസുകാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ടായല്ലോ. ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ടോ തങ്കപ്പ നീ? നീ ഒന്നും കൊണ്ടുവന്നില്ല അല്ലേ? ഓരോരുത്തരും സ്വന്തം ബന്ധം പറഞ്ഞ് ഒട്ടിയിട്ടുണ്ട്. കേട്ടോടാ തങ്കപ്പ, നീ വരുന്നെന്നും പറഞ്ഞ് ഒരാഴ്ചക്ക് മുമ്പേ തമ്പടിച്ചിരിക്കുക ചിലരിവിടെ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഓടിച്ചു പല്ലു ഞാൻ കൊഴിക്കും. പല്ല് പൊഴിക്കടി, കാണട്ടടി നിന്റെ ചങ്കൂറ്റെ ഞാനൊന്ന്. ഒന്നും വേണ്ട. തങ്കപ്പ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ? എടീ, ദാ അവന്മാര് പോകാൻ പോകുന്നു. കുന്തം വിഴുകിയ പോലെ നിൽക്കാതെ നീ വാ. അതെ അതെ, എല്ലാരും വരും. ഇവരൊക്കെ ഓടിച്ചല്ലേ. അന്യന്മാരെ കൊണ്ടുപോകണമെങ്കിൽ നമുക്കെല്ലാം കൂടെ പങ്കിട്ടെടുക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പോകും. വാ, എങ്ങോട്ടാ എല്ലാരും കൂടി? എയർപോർട്ടിലേക്ക്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കണ്ടേ? പിന്നെ അതിന് ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. കൊണ്ടുവന്നില്ലേ? തങ്കപ്പ, നീ എന്താടാ പറഞ്ഞത്? സത്യം, ജീവനും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതാക്ക് വേണം. ഗൾഫ് ഒന്നും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. തൊഴിൽ സാധ്യതകളൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദേശികളൊക്കെ ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോണ്ടിരിക്കുകയാണ്. അല്ല, അവിടെ കസ്റ്റംസിലെന്തോ വലിയ ജോലിയാണെന്നാണല്ലോ പറഞ്ഞത്. എന്ത് ജോലി? അയ്യോ, സ്പോൺസറുടെ കയ്യും കാലും പിടിച്ചിട്ടാ എന്നെ നാട്ടിലേക്ക് കയറ്റി വിട്ടത്. ടിക്കറ്റ് ചാർജും യാത്രാ ചെലവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചയച്ചു കൊടുക്കാന്നുള്ള എഗ്രിമെന്റിന്റെ പുറത്താ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. 2 ആഴ്ചക്കുള്ളിൽ 1 ലക്ഷം രൂപ എഗ്രിമെന്റ് പ്രകാരം ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അത് സാരമില്ല, ഇവരൊക്കെ തങ്കുവേട്ടനോട് സ്നേഹമുള്ളവരാ. 1000 രൂപ വെച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി നമുക്ക് അയച്ചു കൊടുക്കുന്നേ അല്ലേ ബാലപ്പ? കൊടുത്തേ പറ്റൂ, അല്ലെങ്കിലേ ഇവിടുത്തെ ജയിലിലും കിടക്കേണ്ടി വരും. അപ്പൊ നീ അവിടുത്തെ ജയിലിലും കിടന്ന് മടുത്തിട്ടാണോ വന്ന തങ്കപ്പ? അതെ, നിങ്ങളെയൊക്കെ കണ്ടപ്പോ മനസ്സിന് എന്തൊരാശ്വാസം, എന്തൊരു കുളിർമ. ഇന്ന് തന്നെ പിരിവ് നടത്തണം. അമ്മാവാ, മാമ ദാണ്ട വിളിക്കുന്നു. ഇങ്ങോട്ട് വന്നാണ്. അമ്മാവന്റെ കൈ അങ്ങനെ ഈ കൈ കിടന്നല്ലേ അമ്മാവാ ഞാൻ വളർന്നു പിന്നെ അല്ലാതെ. നിങ്ങൾ പറഞ്ഞല്ലോ അമ്മാവൻ ഇതിനു മുമ്പ് പലരോടും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മാവന്റെ കൈ കിടന്ന് വളർന്നത്. അതുകൊണ്ട് അമ്മാവാ, ഒരു 1000 രൂപ കൈ കിടന്ന് ജനിച്ചു വളർന്ന കൊച്ച് ആരെങ്കിലും ജയിലിൽ പോകാൻ. തങ്കപ്പ, ആ കാശ് ഇങ്ങോട്ട് കൊണ്ടുവാ. ഇതേ കൊച്ചിന് ഉടുപ്പ് വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശ് ആദ്യം തൊട്ട് കളിക്കല്ലേ. ആ കടവായിട്ട് മതി അമ്മായി. എന്തോന്ന് കടം? കയ്യിലൊരു കൂറപ്പേനും ഇല്ലാതെ തെണ്ടി കുത്തുവാള എടുത്ത് നടക്കുന്ന യവൻ ആരാടി കടം കൊടുക്കുന്നേ? അമ്മാവാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങോട്ട് വരണ്ടാന്ന്. ദേ, ഇപ്പൊ ഇറങ്ങണം. അല്ല മാമ ഒന്ന് ആലോചിച്ച് പോരെ. കൊടുത്തിട്ട് പോ. പണം പിടിക്കത്തില്ല കേട്ടാ തള്ള. മണിയാ, വേലപ്പ, ബാലപ്പ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത് AKCP-യുടെ സംസ്ഥാന കമ്മിറ്റി ഞാനും എന്നെ പിടിക്കരുത്, ഞാൻ ജനിച്ചതേ പോക്കറ്റില്ലാതെ. അത് തന്നെ. തങ്കുവേട്ടാ, പണം ഇനി ആരോടും ചോദിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാന്നേ. അല്ല, ഞാൻ പോവാൻ പോണു. ഒരു 1000 രൂപ കൊടുത്തു. ഞാനിനി വണ്ടിക്കൂലിക്ക് കാശൊപ്പിക്കണമെങ്കിൽ ഈ കമ്മലോ വളയോ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് പണയം വെക്കണം. എല്ലാം കൂടെ പണയം വെച്ചാലും 2000 രൂപയെ കിട്ടൂ. ലൈറ്റ് വെയിറ്റ് ഉരുപ്പടികളാ. എന്നാ പിന്നെ പകല് യാത്ര ചോദിക്കുന്നില്ല. പണയം വെച്ചിട്ട് ഒരു 1000 രൂപ ബാങ്ക് കൊണ്ടുപോട്ടാ. എല്ലാരും പോയല്ലോ. ചേട്ടൻ വിഷമിക്കണ്ട, പോയവരൊക്കെ പോട്ടെ. ചേട്ടന് ആപത്തൊന്നും കൂടാതെ മടങ്ങിയെത്തിയല്ലോ, എനിക്കത് മതി. ഏതായാലും ഒരു കാര്യം മനസ്സിലായി. എന്ത്? ബന്ധുവിന്റെ അർത്ഥം എന്താണെന്ന്. പണവും പ്രതാപവും ഉണ്ടെങ്കിൽ ബന്ധുക്കൾ അടുപ്പവും സ്നേഹവും കാണിക്കൂ. ഇപ്പൊ നീ കണ്ടില്ലേ, ഞാൻ ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞു വന്നപ്പം ദിവസങ്ങളോളം തമ്പടിച്ച് കാത്തിരുന്ന ബന്ധുക്കൾ മുഴുവൻ വലിഞ്ഞു കളഞ്ഞില്ലേ? അപ്പോ ദശയുള്ള ഇടത്തെ കത്തി താഴ്ത്തു. ഇനിയിപ്പോ അവരൊക്കെ മടങ്ങി വരാനും സെക്കൻഡുകൾ മതി. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ബന്ധുക്കൾ എന്ന് പറഞ്ഞു കൂടിയവരുടെ തനി നിറം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ നാടകം കളിച്ചത്. അല്ലാതെ ഞാൻ ജയിലിൽ കിടന്നിട്ടുമില്ല, ഞാനൊട്ട് 10 പൈസ ആർക്കും കൊടുക്കാനുമില്ല. ആരെ വിളിക്കുന്നേ? അതൊക്കെ എന്തടി. ഹലോ, ആ ഇനി എന്റെ ലഗേജുകളൊക്കെ ഭദ്രമായിട്ട് വീട്ടിലെത്തിച്ചോ.
ബന്ധുക്കളൊക്കെ പോയി. ഈ തങ്കേട്ടൻ്റെ ഒരു ഓക്കേ? കാര്യം. ഓക്കേ. എന്താ ഒരു ശബ്ദം കേട്ടത്? വല്ല വെള്ളക്കായും വീണതായിരിക്കും. അയ്യോ അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! പൊന്നുകുഞ്ഞേ പൊന്നുകുഞ്ഞേ, സാറേ 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 സാറേ, പൊന്നുകുഞ്ഞേ കഥ തുറക്ക്, ദാ ഒരു കള്ളൻ. സാറേ സാറേ, കഥ തുറക്ക്. എന്താ ഇവിടെ പിള്ളേ? എന്താ എന്താ പ്രശ്നം? ശ്യാമളെ, എന്താ ബഹളം കേൾക്കുന്നേ? ഒരു കള്ളൻ എവിടെ? എന്നെ കണ്ടത് അവൻ ഓടിക്കളഞ്ഞു. അയ്യോ, മുഖം മൂടി വെച്ചിട്ടുണ്ട്. ദുബായിലെ പോലെ ഇവിടെ കള്ളന്മാര് ശല്യം ഉണ്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം കിടന്നുറങ്ങാം, നാളെ രാവിലെ നോക്കാം. പോയി കിടന്നുറങ്ങണി. ദുബായിലാണ് ഇവിടെ പറ്റൂല. ഒന്നും ഇവിടെ ഈ കോളനിയിൽ ഇതും കൂട്ടി 4-മത്തെയോ 5-മത്തെയോ പ്രാവശ്യമാണ് മോഷണ ശ്രമം നടക്കുന്നത്. തങ്കപ്പൻ ഗൾഫിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, കേറിയ വല്ലതും തടയൂന്ന് കരുതി കാണും. ആ എന്തായാലും ശ്യാമളെ ആ നേരത്തെ ഉണർന്നത് നന്നായി. പിന്നെ തങ്കപ്പ, എന്തായാലും പോലീസിലൊരു പരാതി കൊടുക്കണം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. CI പ്രകാശ് കുമാറിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ലേ ഇത്? എന്റെ നേതാവേ, ഇങ്ങനെയാണെങ്കിൽ ഈ കോളനിയിൽ എങ്ങനെ മനസ്സമാറ്റി ജീവിക്കും? നിങ്ങൾ ആളെ വ്യക്തമായിട്ട് കണ്ടായിരുന്നു? ആ, മുഖം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ മുഖം മൂടിയെ ഒന്നുകൂടെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ നിനക്ക്? മുഖം മൂടി കണ്ടിട്ട് വലിയ കാര്യമുണ്ടോ? മുഖം മൂടിയുടെ അകത്തുള്ള ആളെ തിരിച്ചറിഞ്ഞാലേ കാര്യമുള്ളൂ. എന്തായാലും പോലീസിനൊരു കംപ്ലൈന്റ് കൊടുക്കണം. കംപ്ലൈന്റ് കൊടുത്താൽ നാളെ തന്നെ അവർ 10 മുഖം മൂടികളെ കണ്ടുപിടിച്ച് ഒരു ഫാഷൻ പരേഡ് നടത്തിച്ച് ഇവിടെ കയറിയ മുഖം മൂടിയെ സെലക്ട് ചെയ്തിങ്ങ് തരും. അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന്. ഇതത്ര നിസ്സാരമായിട്ട് കളയാൻ പറ്റുന്ന കാര്യമല്ല. അതെ, ഏതായാലും കംപ്ലൈന്റ് കൊടുക്കണം. ഞാൻ ഒരു കാര്യം പറയാം. കാര്യം? ഈ കള്ളന്മാരെ മോഷ്ടാക്കളെയൊക്കെ അത് രണ്ടും ഒന്നല്ലേ? അതെ, ഈ കവർച്ചക്കാരെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ കോളനിയിലെ ഒരു സ്ക്വാഡ് രൂപീകരിക്കണം. അത് നല്ലൊരു ഐഡിയയാണ്. അല്ല, അത് വേണോ? നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടല്ലേ. കള്ളന്മാരെ പിടിക്കാനും ജയിലിലടയ്ക്കാനൊന്നും നമുക്ക് അധികാരമില്ലല്ലോ. അല്ല, അത് പറ്റത്തില്ല. പക്ഷേ മോഷ്ടാക്കളെ പിടിച്ചു കെട്ടിയ അവരെ ഏൽപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസിഡന്റുമായിട്ട് ചേർന്ന് ആലോചിക്കാം. ഏതായാലും ഒന്നും പോയില്ലല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ വലിയൊരു കാര്യം മറന്നു. നമ്മളൊന്ന് പരിചയപ്പെടാൻ മറന്നു. ഞാൻ ഇവിടത്തെ കുറച്ചു നേരത്തെ ഒന്ന് പരിചയപ്പെടാൻ മാറി. ഈ ചേട്ടന്റെ കാര്യം പറഞ്ഞു. ഹലോ, ഞാൻ പറഞ്ഞില്ലേ മായയുടെ ഹസ്ബൻഡ്. ഗൾഫിൽ നിന്ന് വന്നേ ഉള്ളൂ. പരിചയപ്പെട്ടിൽ സന്തോഷം. നമുക്കൊരു ദിവസം വിശദമായിട്ട് പരിചയപ്പെടണം. ഓരോ കപ്പ് ചായ കുടിച്ചിട്ടായാലോ? ശരിയാ, ഈ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചായ കുടിച്ചിട്ട് ചർച്ച ചെയ്യാം. പോസിറ്റ് കിട്ടി, ആസിഡ് കുടിക്കും. എടേ, നീ ശരിക്കും അമർത്തിത്തേക്ക്. ചുടുവൊക്കെ പോട്ടാ, ചുമ്മാ വെറുതെ ഇങ്ങനെ കിടന്ന് കാണിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ തങ്കുട്ടാ, നമുക്കൊരു പട്ടി വാങ്ങണം. ഇത്രയും ഷെൽഫ് അളമാരിയൊക്കെ വീട്ടിൽ എന്തിനാടി ഇനി ഒരു പെട്ടി? പെട്ടിയല്ല, പട്ടി. ഓ, പട്ടി. ഒരു പട്ടിയെ വാങ്ങണം. കള്ളം കേറിയത് പിന്നെ മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാനും ഉറങ്ങിയിട്ടില്ല. ചെറിയൊരു ശബ്ദം കേട്ടാ പോലും ഞാൻ അപ്പം ഞെട്ടി ഉണരും. എടീ, എനിക്കൊരു സംശയം. ഇന്നലെ മുഖം മൂടി ധരിച്ചു വന്നത് നമ്മൾ പറ്റിച്ചു വിട്ട ബന്ധുക്കളിൽ ആരെങ്കിലും ആണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. എനിക്കും അത് തോന്നി സാറേ. സാർ അന്ന് ടെസ്റ്റ് ചെയ്ത് എല്ലാരും ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലേ, അതിന്റെ ദേഷ്യം കാണും. എല്ലാരും നാണിച്ചെല്ലിയോ പോയത്? പിന്നെ അതാണ് ഈ തങ്കപ്പൻ. അമ്മാവന്മാരെ മാത്രമല്ല, അറബികളെ വരെ ഒതുക്കാൻ ഈ തങ്കപ്പൻ വിചാരിച്ച നടക്കും. ഞാൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടത് ഇവിടെ വന്നിട്ട് ബന്ധുക്കൾ കൊടുക്കാനാണ്. ആണോ ശ്യാമളെ? എന്തിനു സാറേ? അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല.
കൊടുക്കാൻ സാർ ഒരാളേ ഉള്ളൂ. കൈ നീട്ടാൻ 100 പേര് കാണും. ആ എടിയേ അവളെ പുലിയാണ് കേട്ടാ. ഡേ അടുത്ത മാസം മുതൽ ഒരു 10 രൂപ കൂടുതൽ കൊടുത്തേക്ക്. എടീ നിനക്കറിയോ, പണ്ട് ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി ഈ കോളനിയിലെ പലരോടും ഞാൻ പണം കടം ചോദിച്ചു. പക്ഷെ ഒരുത്തം പോലും 10 പൈസ തന്നില്ല. എന്നാലും എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവരെ നമ്മൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പാടുണ്ടോ തങ്കേട്ടാ? ഒഴിവാക്കും, ഞാൻ ഒഴിവാക്കും. എടീ ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ തങ്കപ്പൻ പഠിച്ച എന്റെ കൊന്നേ. കാര്യം